വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓണം സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഓണത്തിനൊക്കെ സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തിയാണെന്ന് ചെയ്യാൻ പോകുന്നത്. നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ. നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണണം. ഈ ഒരു പാറ്റേൺ ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഇതുപോലെ 2 സെറ്റ് ഫാബ്രിക് ആണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു മെറ്റീരിയൽ ഞാൻ 2.5 മീറ്റർ എടുത്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് പ്ലെയിൻ ആണ് കേട്ടോ വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പൂക്കളുടെ പാറ്റേണുള്ള ഫാബ്രിക് അധികം വേണ്ട, കുറച്ച് മാത്രം മതി കേട്ടോ. നമ്മൾ സ്ലീവിൻ്റെ എൻഡിലേക്കും അതുപോലെ തന്നെ യോക്ക് പോർഷനിൽ 2 സൈഡിലേക്കും മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വരുന്നത് 139 രൂപയാണ് കേട്ടോ. ഈ 2 മെറ്റീരിയലും ഞാൻ തൃശ്ശൂരുള്ള ക്യൂനിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമേ തന്നെ നമുക്ക് ബാക്ക് പോർഷൻ കട്ട് ചെയ്തെടുക്കാം. ബാക്കില് എ ലൈൻ കട്ടാണ് കേട്ടോ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു മെറ്റീരിയൽ ആദ്യമേ തന്നെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഹാഫ് ആയിട്ട് മടക്കിയിട്ടു. ബാക്ക് പോർഷനിലേക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഹാഫ് ആയിട്ട് മടക്കിയിട്ടു. മടക്കുവശം വരുന്നത് ഈ ഒരു സൈഡിലാണ്. അതുപോലെ തന്നെ ഓപ്പൺ സൈഡ് ഈ ഒരു സൈഡിലാണ് കേട്ടോ വരുന്നത്. ഈ ഒരു മെറ്റീരിയലിന്റെ ലെങ്ത് ഞാൻ എടുത്തിരിക്കുന്നത് 47.5 ഇഞ്ചാണ്. അപ്പോൾ ഫുൾ ലെങ്ത് എനിക്ക് വേണ്ടത് 46 ആണ്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് 47.5 ഇഞ്ച് ലെങ്ത്തിലാണ് നമ്മൾ ബാക്ക് പോർഷനുള്ള മെറ്റീരിയൽ കട്ട് ചെയ്തിരിക്കണേ. ഇനി നമുക്ക് ഇതിൽ മെഷർമെന്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു മുകൾ ഭാഗത്ത് ഷോൾഡർ ഞാൻ 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് 6.5 ഇഞ്ച് വരുന്നത്, അത് മാർക്ക് ചെയ്തു. ഇനി നേരെ അടിയിലേക്ക് ആം ഹോളിന്റെ ഇറക്കവും ഞാൻ 6.5 ഇഞ്ച് തന്നെയാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെയാണ് 6.5 ഇഞ്ച് ലെങ്ത് വരുന്നത്, അതങ്ങ് മാർക്ക് ചെയ്തു. ഇനി ഇവിടെയും കറക്റ്റ് 6.5 ഇല്ലേ നോക്കിയിട്ട് നമുക്ക് അതിനൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് ഈ ഒരു ആം ഹോൾ എൻഡ് ചെയ്ത ഭാഗത്ത് നമ്മുടെ ചെസ്റ്റിന്റെ മെഷർമെന്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 36 ചെസ്റ്റിന്റെ ആണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു 36ന്റെ 4/1 പ്ലസ് 1/2 ഇഞ്ച് ലൂസ്, അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് 9.5 ഇഞ്ചാണ് കേട്ടോ കിട്ടുന്നത്. ആ ഒരു 9.5 ഇഞ്ച് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഞാൻ 2 ഇഞ്ച് ഇവിടെ തയ്യൽ തുമ്പും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിനെ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് വരച്ചു കൊടുക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് ഞാൻ വേസ്റ്റിന്റെ ലെങ്ത് 14 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിവിടെയാണ് വരുന്നത്, അതങ്ങ് മാർക്ക് ചെയ്തു. ഇനി ഇവിടുത്തെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കാം. വേസ്റ്റിന്റെ അളവ് 31 ഇഞ്ചാണ്. അതിന്റെ 4/1 പ്ലസ് 1/2 ഇഞ്ച് ലൂസ്, അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് 8.25 ഇഞ്ചാണ് കേട്ടോ കിട്ടുക. ആ ഒരു 8.25 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു. അവിടെ ഞാൻ 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ആ 1.5 ഇഞ്ചും ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മുടെ ഈ ഒരു സ്ലിറ്റ് ഓപ്പണിന്റെ ലെങ്ത് ആണ് കേട്ടോ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഞാനൊരു 19 ഇഞ്ചാണ് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇവിടുത്തെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇവിടെ 39 ഇഞ്ചാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ 39ന്റെ 4/1 പ്ലസ് 3/4 ഇഞ്ച് ഞാൻ ഇവിടെ ലൂസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് വയറിന്റെ ആ ഒരു ഭാഗം ആയതുകൊണ്ട് ഞാൻ കുറച്ച് ലൂസ് ഇവിടെ ആഡ് ചെയ്ത് 3/4 ഇഞ്ചാണ് കേട്ടോ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ എനിക്കിവിടെ 10.5 ഇഞ്ചാണ് കിട്ടുന്നത്. ആ ഒരു 10.5 ഇഞ്ച് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. അവിടെയും 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ചെസ്റ്റ്, വേസ്റ്റ്, സ്ലിറ്റ് ഓപ്പണിന്റെ മെഷർമെന്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതങ്ങ് ജോയിൻ ചെയ്ത് അങ്ങ് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ ഇത് നമ്മൾ ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആം ഹോൾ കർവ് വരയ്ക്കാം. അതിനായിട്ട് ഈ ഒരു അടിവശത്ത് നിന്ന് മുകളിലേക്കായിട്ട് ഞാനൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവിടെയാണ് 3 ഇഞ്ച് വരുന്നത്, അതങ്ങ് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ആ ഒരു ആം ഹോളിന്റെ കർവ് അങ്ങ് വരച്ചു കൊടുക്കാം. അപ്പൊ ഇതുപോലെ ആം ഹോൾ കർവ് നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നേരെ അടിയിലേക്ക് സാധാരണ നമ്മൾ എ ലൈനിന് മാർക്ക് ചെയ്യില്ലേ, അതുപോലെ അറ്റം വരെ നമുക്കൊന്ന് ചെരിച്ച് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് അറ്റം വരെ ഒന്ന് ചെരിച്ച് വരച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ സാധാരണ എ ലൈനിനൊക്കെ ചെയ്യുന്ന പോലെ സെയിം അതുപോലെ തന്നെ അങ്ങ് ചെയ്തു കൊടുക്കാം. ഇപ്പൊ നമ്മളിത് ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു അടിവശത്ത് നിന്ന് മുകൾ ഭാഗത്തേക്കായിട്ട് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ അടിയിൽ നിന്ന് മുകൾ ഭാഗത്തേക്കായിട്ട് ഞാൻ ഇതുപോലെ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്തു. അപ്പൊ ഇത് എവിടെയാണ് 3 ഇഞ്ച് വരുന്നത്, അതങ്ങ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു അടിവശം ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം കേട്ടോ. ഈ 3 ഇഞ്ചിലേക്ക് നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് മാർക്ക് ചെയ്യാം.
അപ്പോൾ ഇതുപോലെ ഞാൻ അടിവശം ഷേപ്പ് ചെയ്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതോട് കൂടിയിട്ട് ബാക്ക് പോർഷൻ്റെ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വരച്ചേക്കട തന്നെ നമുക്കിതങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം നമ്മളിതേ ബാക്ക് പോർഷൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി അടുത്ത് നമുക്ക് ഫ്രണ്ട് പോർഷൻ്റെ പാറ്റേൺ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യാം. അതിനായിട്ട് നമുക്ക് ആദ്യമേ തന്നെ ഒന്ന് പാറ്റേൺ കട്ട് ചെയ്തിട്ട് തുണിയിലേക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ പാറ്റേൺ കട്ട് ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലൊരു ചാർട്ട് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ചാർട്ട് പേപ്പറിന്റെ മുകൾ ഭാഗത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത ബാക്ക് പോർഷൻ ഇല്ലേ, അത് കറക്റ്റ് ആയിട്ട് വെച്ച് കൊടുക്കാം. അപ്പൊ ഈ ഒരു ചാർട്ട് പേപ്പറിന്റെ മുകൾ ഭാഗത്തേക്കായിട്ട് ബാക്ക് പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കറക്റ്റ് ഈ ഒരു ആം ഹോളും ഈ ഒരു ഷേപ്പ് ഒക്കെ കറക്റ്റ് അതേപോലെ നമുക്കൊന്ന് ട്രേസ് എടുക്കാം കേട്ടോ. അപ്പൊ ട്രേസ് ചെയ്തതിന് ശേഷം കാണിക്കാം. അപ്പൊ ഞാൻ ഇതുപോലെ ട്രേസ് എടുത്തിട്ടുണ്ട്. ഇനി ഈ വരച്ചേക്കട തന്നെ നമുക്കിതങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ലെങ്ത് അടിയിലേക്ക് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഒരു ലെങ്ത് ഒരു 19 വരെയൊക്കെ കിട്ടിയാൽ മതി കേട്ടോ. 19 ഒന്നും വേണമെന്നില്ല, ഒരു 16, 17 ആയാലും കിട്ടിയാൽ മതി. ഇനി നമുക്കിതിൽ മെഷർമെന്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ആദ്യമേ തന്നെ ഈ ഒരു അറ്റത്ത് നിന്ന് ഇങ്ങോട്ട് ഞാനൊരു 4.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ 4.5 ഇഞ്ച് എവിടെയാണ് വരണേ അതങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് വേസ്റ്റ് ലൈൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ 14 ഇഞ്ചിലാണ് വേസ്റ്റിന്റെ ലെങ്ത് മാർക്ക് ചെയ്തേ. ആ ഒരു 14 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ അങ്ങ് വരച്ചു പോവാം കേട്ടോ. അപ്പൊ 14 ഇഞ്ച് ഇവിടെയാണ് വരണേ, അതിനെ അങ്ങ് സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് വരച്ചു പോവാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ലൈനില് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 3.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ 3.25 ഇഞ്ച് എവിടെയാണ് വരണേ അതങ്ങ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത 4.5 ഇഞ്ചും ഈ ഒരു 3.25 ഇഞ്ചും കണക്ട് ചെയ്തൊന്ന് വരച്ചു പോവാണ് കേട്ടോ. അപ്പൊ ഈ 2 ലൈനും കണക്ട് ചെയ്ത് വരച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ലൈനില് അടിയിൽ നിന്ന് മുകൾ ഭാഗത്തേക്ക് ഞാനൊരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ 2.5 ഇഞ്ച് എവിടെയാണ് വരണേ അതങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ ഈ ഒരു ലൈനില് 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു പോയിന്റ് ഇങ്ങോട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് അങ്ങ് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ ഈ 2.5 ഇഞ്ചിൽ നിന്ന് അറ്റത്തേക്ക് ഇതുപോലെ അങ്ങ് വരച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു 3.25 ഇഞ്ച് ഈ ഒരു അടിവശത്തും 3.25 ഇഞ്ച് തന്നെ ഞാൻ മാർക്ക് ചെയ്തിട്ട് അതിനെ അങ്ങ് സ്ട്രെയിറ്റ് വരച്ചു പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ 3.25 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. സെന്ററിലും 3.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഈ ഒരു 3.25 ഇഞ്ച് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ ഇതോട് കൂടിയിട്ട് നമ്മൾ പാറ്റേൺ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ കട്ട് ചെയ്തതിന് ശേഷം പറഞ്ഞു തരാം കേട്ടോ ഇത് എങ്ങനെയാ വരണേന്നുള്ളത്. ആദ്യമേ തന്നെ നമുക്ക് ഈ ഒരു പോർഷൻ അങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഈ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു പീസ് അറ്റം വരെ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ഈ ഒരു പീസും ഈ ഒരു പീസും ആണ്. ഈ ഒരു പീസ് നമുക്ക് വേണ്ട, ഇത് മാറ്റി വയ്ക്കാം. അങ്ങനെ ഫ്രണ്ട് പോർഷന്റെ പാറ്റേൺ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സെന്റർ പാനൽ ഇതുപോലെയാണ് ഇട്ട് വരിക. അറ്റം വരെ ഇതുപോലെ അങ്ങ് പോവും. സൈഡ് പാനല് 2 പീസായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വേസ്റ്റ് ലൈൻ വരെ ഈ ഒരു ഷേപ്പ്, വേസ്റ്റ് ലൈനിന്റെ താഴേക്ക് ഈ ഒരു സൈഡിൽ നമ്മൾ ചുരുക്കുകൾ ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പൊ നമ്മൾ തുണിയിൽ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കാൻ പാടില്ല. ഈ ഒരു പാനലില്, സെന്റർ പാനലില് ഈ ഒരു സൈഡിലായിട്ട് നമ്മൾ എക്സ്ട്രാ 1/2 ഇഞ്ച് ഇട്ട് കൊടുത്തിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. നമുക്ക് ജോയിൻ ചെയ്യാനാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു പീസും നമ്മൾ എക്സ്ട്രാ തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കണം. ഇവിടെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുക. അതുപോലെ തന്നെ അടിവശത്തും 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുക.
അപ്പോൾ നമുക്കിനി ഇത് തുണിയിലേക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമ്മൾ പാറ്റേൺ കട്ട് ചെയ്തതിൽ ഈ ഒരു ആം ഹോളിൻ്റെ അവിടെ നമുക്ക് ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്രണ്ട് ആം ഹോള് ഞാൻ ഒന്ന് കുഴിച്ച് ഇതേ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് മാത്രമേ കുഴിച്ച് കട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് മെയിൻ ഫാബ്രിക് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പാറ്റേൺ നമുക്ക് 2 പീസ് മെയിൻ ഫാബ്രിക്കിൽ നിന്ന് കട്ട് ചെയ്യണം, 2 സൈഡിലേക്കും കൊടുക്കാനായിട്ട്. അതിനായിട്ട് ഞാൻ ഈ ഒരു ഫാബ്രിക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഹാഫായിട്ട് മടക്കിയിട്ടു കേട്ടോ. ഇതാണ് നല്ല വശം ഉള്ളിൽ പോകുന്ന പോലെ ഈ ഒരു തുണീനെ ജസ്റ്റ് ഒന്ന് ഹാഫായിട്ട് മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് ഞാൻ ഈ കട്ട് ചെയ്ത് വെച്ച പാറ്റേൺ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതേ ഷേപ്പ് തന്നെ അങ്ങ് ആദ്യം ട്രേസ് ചെയ്തെടുക്കാം. കറക്റ്റ് ഇതുപോലെ തന്നെ ട്രേസ് ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പാറ്റേൺ കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മൾ ട്രേസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു സൈഡിൽ എക്സ്ട്രാ ആയിട്ട് 1/2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ അടിവശത്തും എക്സ്ട്രാ 1/2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു സൈഡിലും അടിയിലും 1/2 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം കാണിക്കാം. അപ്പോൾ ഈ ഒരു സൈഡിൽ എക്സ്ട്രാ ആയിട്ട് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലും എക്സ്ട്രാ 1/2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേ ഈ ഒരു സൈഡിലും അടിവശത്തും എക്സ്ട്രാ ആയിട്ട് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് അങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ 2 പീസ് കിട്ടും കേട്ടോ. 2 സൈഡിലേക്കും 2 പീസായിട്ട് നമ്മൾ ഇതേ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ സെൻറ്റർ പാനലാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. മൊത്തം 3 പാനലുണ്ട്. സൈഡ് പാനൽസിൻ്റെ അടിയിലേക്ക് ഇനി ചെരിച്ചതുപോലെ നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കും കേട്ടോ. ഇനി അടുത്തതായിട്ട് സെൻറ്റർ പാനൽ കട്ട് ചെയ്യാം. അതിനായിട്ട് തുണി ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഹാഫായിട്ട് മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഹാഫായിട്ടാണ് മടക്കിയിരിക്കണേ. ഓപ്പൺ സൈഡ് ഇവിടെയാണ് വരുന്നത്. അതുപോലെ തന്നെ മടക്ക് വശം വരുന്നത് ഈ ഒരു സൈഡിലാണ് കേട്ടോ. അതിനുശേഷം ഞാൻ ലെങ്ത് 47.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു ലൈൻ ഇവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു പാറ്റേൺ ഈ ഒരു മടക്ക് വശത്തിന്റെ മുകൾ ഭാഗത്തേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം അതങ്ങ് ട്രേസ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ തുണിയുടെ മടക്ക് വശം. ഈ ഒരു മടക്ക് വശത്തിന്റെ മുകൾ ഭാഗത്തേക്കായിട്ട് നമ്മൾ കട്ട് ചെയ്ത പാറ്റേൺ കറക്റ്റ് ആയിട്ട് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഇതേപോലെ തന്നെ കട്ട് ചെയ്യാൻ പാടില്ല. നമ്മൾ ഈ ഒരു സൈഡിലായിട്ട് എക്സ്ട്രാ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. നമുക്ക് ജോയിൻ ചെയ്യാനായിട്ട് തയ്യൽ തുമ്പ് വേണം. അതിനായിട്ട് നമുക്ക് ഈ ഒരു സൈഡിൽ എക്സ്ട്രാ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ചുറ്റിനും 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അടിവശത്ത് ഈ ഒരു മെഷർമെന്റ് അളന്ന് നോക്കിയപ്പോൾ എനിക്ക് 4.25 ഇഞ്ചാണ് കിട്ടിയത്. തയ്യൽ തുമ്പടക്കം 4.25 ഇഞ്ച് ഉണ്ട്. ആ സെയിം 4.25 ഇഞ്ച് തന്നെ നമുക്ക് അടിവശത്തും മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു സെയിം അളവ് തന്നെ ഞാൻ ഈ ഒരു അടിവശത്തും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 4.25 ഇഞ്ചാണ് വരുന്നത്. ആ ഒരു 4.25 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി അതിനെ അങ്ങ് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇടയിലും 4.25 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനെ അങ്ങ് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ ഈ ഒരു പാറ്റേണിനേക്കാൾ എക്സ്ട്രാ 1/2 ഇഞ്ച് ഈ ഒരു സൈഡിൽ മാർക്ക് ചെയ്തിട്ട് നമ്മൾ അറ്റം വരെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതങ്ങ് മാറ്റി വയ്ക്കാം. നമുക്ക് ഈ വരച്ചേക്കടെ തന്നെ അറ്റം വരെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ.
സെന്റർ പാനൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ സെന്റർ പാനൽ ഇത് ഇതുപോലെയാണ് കേട്ടോ വരിക. അപ്പൊ നിവർത്തി കഴിയുമ്പോൾ ഇതുപോലെയാണ് സെന്റർ പോർഷൻ വരിക. ഇനി അടുത്തതായിട്ട് നമുക്ക് രണ്ട് സൈഡിലേക്കും വെക്കാനുള്ള പ്ലീറ്റ്സിനുള്ളത് കട്ട് ചെയ്തെടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് പ്ലീറ്റ്സിനുള്ള തുണി കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഇതുപോലെ 2 പീസ് മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. സെയിം അളവിലുള്ള 2 പീസ് മെറ്റീരിയൽ ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. സെയിം അളവാണ് കേട്ടോ. ഈ ഒരു തുണിയുടെ വീതി ഞാൻ എടുത്തിരിക്കണേ 16 ഇഞ്ചാണ്. അതുപോലെ തന്നെ ഈ ഒരു തുണിയുടെ ഇറക്കം ഞാൻ എടുത്തിരിക്കണേ 36.5 ഇഞ്ചാണ്. ലെങ്ത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് പറയാം. ഈ ഒരു കുർത്തിയുടെ ഫുൾ ലെങ്ത് വരുന്നത് 47.5 ഇഞ്ചാണ്. അതിൽ നിന്ന് 14 ഇഞ്ച് നമ്മൾ ഈ ഒരു യോക്ക് 14 ഇഞ്ചല്ലേ ലെങ്ത് എടുത്തിരിക്കണേ, അത് മൈനസ് ചെയ്യുക. 47.5 മൈനസ് 14, അപ്പോൾ നമുക്ക് 33.5 ഇഞ്ച് കിട്ടും. ഈ ഒരു 33.5യുടെ കൂടെ എക്സ്ട്രാ ആയിട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്യണം. കാരണം ഈ ഒരു പോർഷനായിട്ട് പ്ലീറ്റ് അറ്റാച്ച് ചെയ്യാനായിട്ട് നമുക്ക് തയ്യൽ തുമ്പ് വേണം. അതിനായിട്ട് 33.5 പ്ലസ് 1/2 ഇഞ്ച്, അപ്പോൾ നമുക്ക് 34 ഇഞ്ച് കിട്ടും. അത് ക്ലിയർ ആയല്ലോ. ആ ഒരു 34 ഇഞ്ച് നമുക്ക് അടിയിൽ നിന്ന് മുകൾ ഭാഗത്തേക്കായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. 34 ഇഞ്ച് ഇവിടെയാണ് വരുന്നത്. നമുക്ക് അതിനെ സ്ട്രെയിറ്റ് അറ്റം വരെ ഒന്ന് നീട്ടി വരച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ 34 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. ഈ ഒരു ലൈനിന്റെ മുകൾ ഭാഗത്തേക്കായിട്ട് 2.5 ഇഞ്ച് എക്സ്ട്രാ ഉണ്ട്. ആ 2.5 ഇഞ്ച് കൂടി ആഡ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു മെറ്റീരിയലിന്റെ ഫുൾ ലെങ്ത് 36.5 ഇഞ്ച് എടുത്തിരിക്കണേ. ഈ മുകളിലേക്ക് എക്സ്ട്രാ 2.5 ഇഞ്ച് എന്താ എടുത്തിരിക്കണേന്ന് പറഞ്ഞു തരാം. നമ്മൾ പാറ്റേൺ കട്ട് ചെയ്തില്ലേ, ആ ഒരു പാറ്റേൺ ഞാൻ ജസ്റ്റ് എടുക്കുന്നുണ്ട്. അപ്പൊ ഇതുപോലെയാണ് നമ്മൾ പാറ്റേൺ കട്ട് ചെയ്തിരിക്കണേ. ഇതുപോലെ ഒരു ചെരിച്ചല്ലേ നമ്മൾ ഈ ഒരു പാറ്റേണിൽ വന്നിരിക്കണേ. ഈ 14 ഇഞ്ചിൽ നിന്ന് മുകൾ ഭാഗത്തേക്ക് നമ്മൾ എക്സ്ട്രാ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടാണ് ഇതുപോലൊരു ചെരിവ് കൊടുത്തിരിക്കണേ. അപ്പൊ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുമ്പോഴും ഇതുപോലെ പ്ലീറ്റ്സിനുള്ള തുണിയും ഇതുപോലെ ചെരുവിലായിരിക്കണം വരാനായിട്ട്. ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന 2.5 ഇഞ്ചാണ് നമ്മളിനി ഈ ഒരു ലൈനിന്റെ മുകൾ ഭാഗത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണേ. അപ്പൊ ഈ ഒരു ലൈനിന്റെ മുകൾ ഭാഗത്തേക്ക് എക്സ്ട്രാ ആയിട്ട് 2.5 ഇഞ്ച് ഉണ്ട്. ഇനി നമ്മൾ പാറ്റേണിൽ ചെരിച്ചല്ലേ മാർക്ക് ചെയ്തേ, ആ ഒരു ചെരിവ് ഈ ഒരു പ്ലീറ്റ്സിന്റെ തുണിയിലും വേണം. അതിനായിട്ട് ഈ ഒരു 2.5 ഇഞ്ചിൽ നിന്ന് ഈ ഒരു അറ്റത്തേക്ക് നമുക്ക് ഇതുപോലെ ചെരിച്ച് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഇതുപോലെ ചെരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ചെരിച്ച് മാർക്ക് ചെയ്തേന്ന്. ഇനി നമുക്ക് ഈ വരച്ചേക്കടെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കണ്ടില്ലേ, ആ ഒരു ചെരുവിലേക്ക് ജോയിൻ ചെയ്യാനായിട്ടാണ് നമ്മൾ ചെരിച്ച് തന്നെ ഈ ഒരു പ്ലീറ്റ്സിന്റെ ഭാഗവും കട്ട് ചെയ്തെടുത്തേ. ഇനി നമുക്ക് തുണിയുടെ ഈ ഒരു അടിവശത്തായിട്ട് ഒരു 3 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് കർവ് ചെയ്ത് അടിഭാഗം ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ ഇതുപോലെ കർവ് ചെയ്ത് അടിവശം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഷേപ്പ് ചെയ്ത് വരച്ച് നമുക്ക് അങ്ങ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ പ്ലീറ്റ്സിന്റെ പോർഷനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ഇതുപോലെ 2 പീസ് കിട്ടും കേട്ടോ. 2 സൈഡിലേക്കുള്ള പ്ലീറ്റ്സിനുള്ള തുണിയായിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് സ്ലീവ്സ് അങ്ങ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ യോക്ക് പോർഷനായിട്ട് ഇത് ഇതുപോലെയാണ് കേട്ടോ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും ചെയ്ത് കൊടുക്കണം കേട്ടോ. നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് കാണിച്ചതാണ്. അപ്പോൾ അത് ഇതുപോലെ ചെരിച്ചിട്ടാണ് പ്ലീറ്റ്സ് കിടക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ യോക്കും കട്ട് ചെയ്തിരിക്കുന്നത് ചെരിച്ച്. ക്ലിയർ ആയല്ലോ. ഇനി അടുത്തതായിട്ട് സ്ലീവ്സ് കട്ട് ചെയ്യാം. അതിനായിട്ട് ഞാൻ ഇതുപോലെ സെയിം അളവിൽ 2 പീസ് മെറ്റീരിയൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിനെ ജസ്റ്റ് വീണ്ടും ഒന്നും കൂടി ഹാഫായിട്ട് മടക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ തുണീനെ വീണ്ടും ഒന്ന് ഹാഫായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് മടക്കാണ്. ഈ ഒരു ഓപ്പോസിറ്റ് സൈഡ് കംപ്ലീറ്റ് ഓപ്പൺ ആണ്. അതുപോലെ തന്നെ ഇവിടെയും കംപ്ലീറ്റ് ഓപ്പൺ ആണ്. അടിവശവും കംപ്ലീറ്റ് ഓപ്പൺ ആണ് കേട്ടോ. ഇനി നമുക്കിതിൽ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കാം.
ആദ്യമേ തന്നെ ഈ ഒരു സൈഡിലായിട്ട് ഞാനൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഞാൻ സ്ലീവിന്റെ ലെങ്ത് ആണ് എടുക്കുന്നത്. 16 ഇഞ്ചാണ് സ്ലീവിന്റെ ലെങ്ത് ഞാൻ എടുത്തിരിക്കണേ. ഇനി നമുക്ക് ഈ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഒരു 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇവിടെ എങ്ങനെയാണ് 8 ഇഞ്ച് വരുന്നതെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ സ്ലീവ്സിന്റെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു പോയിന്റിന്റെ ഇങ്ങോട്ട് ഞാനൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ 3 ഇഞ്ച് ഇത് എവിടെയാണ് വരുന്നത് അതങ്ങ് മാർക്ക് ചെയ്തു. ഇനി ഈ ഒരു പോയിന്റും കണക്ട് ചെയ്ത് വരയ്ക്കാം കേട്ടോ. ഇനി ഈ ഒരു ലൈനിന്റെ കറക്റ്റ് സെന്റർ കണ്ടിട്ടൊന്ന് മാർക്ക് ചെയ്യാണ്. അപ്പൊ ഇതുപോലെ ടേപ്പ് ഒന്ന് മടക്കി കഴിഞ്ഞാൽ കറക്റ്റ് സെന്റർ കിട്ടും. ഇനി നമുക്ക് ഈ ഒരു പോയിന്റിന്റെ മുകൾ ഭാഗത്തേക്ക് സ്ലീവിന്റെ കർവ് പുറത്തേക്ക് ഇതുപോലെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കാം. പുറത്തേക്ക് കർവ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു പോയിന്റിന്റെ താഴേക്ക് കർവ് നമ്മൾ ഉള്ളിലേക്കാണ് കേട്ടോ വരയ്ക്കുന്നത്. അപ്പൊ ഇതുപോലെ സ്ലീവിന്റെ കർവ് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി അടിയിലേക്ക് തയ്യൽ തുമ്പ് 2 ഇഞ്ചാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പൊ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തിട്ടുണ്ട്. ഇനി അതിനെ സ്ട്രെയിറ്റ് ഒന്ന് നീട്ടി വരയ്ക്കാം 2 ഇഞ്ച് കേട്ടോ. ഇനി നമ്മുടെ കൈയുടെ കുറച്ച് വണ്ണം വരുന്ന ഭാഗത്ത് ലെങ്ത് ഞാൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ 4.5 ഇഞ്ചിലാണ് വരണേ. 4.5 ഇഞ്ചിൽ അവിടുത്തെ വണ്ണം ഞാൻ അടിയിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അവിടെ ഞാൻ 6.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യണേ. പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ എൽബോന്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 12.5 ഇഞ്ചിലാണ് എൽബോന്റെ ലെങ്ത് വരണേ. അതൊന്ന് മാർക്ക് ചെയ്തു. അവിടുത്തെ വണ്ണം ഞാൻ 6 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ തയ്യൽ തുമ്പ് ഞാൻ 1.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇനി സ്ലീവ് ഓപ്പണിന്റെ അവിടുത്തെ വണ്ണം ഞാൻ 5.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. 5.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അവിടെ എക്സ്ട്രാ ആയിട്ട് ഞാൻ 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുന്നത്. ആ 1 ഇഞ്ചും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു തയ്യൽ തുമ്പുകളൊക്കെ ആ ഒരു പോയിന്റുകളൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് അങ്ങ് വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പൊ ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതങ്ങ് കറക്റ്റ് ആയിട്ട് അങ്ങ് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ സ്ലീവ്സ് കട്ട് ചെയ്തിട്ടുണ്ട്. സ്ലീവിന്റെ സെന്റർ അറിയാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു നോച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് സ്ലീവിന്റെ ഫ്രണ്ട് പോർഷൻ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യാം. അതിനായിട്ട് 2 സ്ലീവിന്റെ നല്ല വശങ്ങൾ ഞാൻ ഇതുപോലെ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പോർഷൻ മാത്രം ഒന്ന് കുഴിച്ചങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇതോട് കൂടിയിട്ട് സ്ലീവ്സിന്റെ കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ നമ്മൾ യോക്ക് പോർഷനിൽ കൊടുത്ത ആ ഒരു പീസ് സ്ലീവിന്റെ എൻഡിലും നമ്മൾ കൊടുക്കും കേട്ടോ. അപ്പൊ ഇതോട് കൂടിയിട്ട് നമ്മുടെ കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അടുത്ത തന്നെ അതിന്റെ സ്റ്റിച്ചിങ് വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ്.